പോളിംഗ് കുറഞ്ഞു, സംഘർഷം കൂടി. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ദിനം സംഭവബഹുലം. നമസ്കാരം, കേരള ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. 20 ലക്ഷം സ്ത്രീകൾ വോട്ട് ചെയ്യാതിരുന്നതും പത്തനംതിട്ടയിലെ കുറഞ്ഞ പോളിംഗും മുന്നണികളെ ആശങ്കയിലാക്കി. കോഴിക്കോട് ഉണ്ണികുളത്ത് വോട്ടിംഗ് മെഷീൻ തകരാറിലായപ്പോൾ മണ്ണഞ്ചേരിയിൽ ഇന്ന് റീപോളിംഗ് നടക്കുകയാണ്. പുതിയ അംഗങ്ങൾ ഡിസംബർ 21-ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഇതിനിടെ ചങ്ങനാശ്ശേരിയിൽ BJP നേതാക്കൾക്ക് വെട്ടേറ്റു. കണ്ണൂരിൽ ബൂത്ത് ഏജന്റിനും നീലേശ്വരത്ത് വനിതാ സ്ഥാനാർത്ഥിക്കും നേരെ കയ്യേറ്റമുണ്ടായി. വഞ്ചിയൂരിൽ കള്ളവോട്ട് ആരോപണവും കൊല്ലത്ത് BLOയ്ക്ക് മർദ്ദനവും മാവോയിസ്റ്റ് ഭീഷണിയും റിപ്പോർട്ട് ചെയ്തു. മറ്റു വാർത്തകളിൽ വോട്ട് ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാമിലിട്ട യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെയും വ്യാജ സിഗരറ്റുമായി യൂത്ത് ലീഗ് നേതാവിനെതിരെയും കേസെടുത്തു. കോഴിക്കോട് UDF ഓഫീസ് പോലീസ് പൊളിച്ചുനീക്കി. ഇരവിപുരം മേൽപ്പാലം പെട്ടെന്ന് തുറന്നടച്ചതും ദേശീയപാതയിലെ സുരക്ഷാ ഓഡിറ്റും സിൽവർ ലൈൻ പദ്ധതിയിലെ ആശങ്കകളും ചർച്ചയാവുന്നു. സ്ത്രീ പള്ളിപ്രവേശനത്തിൽ സുന്നി നേതാക്കളും ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ MB രാജേഷും സ്ത്രീ വിഷയത്തിൽ ചെന്നിത്തലയും നിലപാട് വ്യക്തമാക്കി. ഒരു സുപ്രധാന വിധിയിൽ VCമാരെ ഇനി സുപ്രീം കോടതി നിയമിക്കും. ഈ വാർത്തകളിൽ നിങ്ങൾക്കെന്തു തോന്നി? കമന്റ് ചെയ്യൂ. ശുഭദിനം.